എന്താണ് സാറേ ഇതിൽ മനസ്സിലാക്കുന്നത് പരാതിയിൽ? ഇല്ല, ഇപ്പൊ ഇത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. കംപ്ലൈന്റിന്റെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. നോക്കിയിട്ടേ വാദം. എറണാകുളം സബ് ജയിലിലേക്കാണ് ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് പറഞ്ഞത് അങ്ങനെയാണ്. രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കഴമ്പില്ല, സത്യമില്ല എന്ന് തന്നെ. കോടതി കിടക്കുന്ന കാര്യങ്ങൾ അല്ല, ഇത് റെഗുലർ ബെയിലാണ്. മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അല്ല, ഇതിലിപ്പോ നേരത്തെ നമ്മൾ എന്തെങ്കിലും ഈ കേസിനെ കുറിച്ച് അറിഞ്ഞിരുന്നോ? ഇല്ല, കേസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. മുമ്പായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ലീഗൽ ഒപ്പീനിയൻ ഒന്നും എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോ എന്താ സംഭവിച്ചത്? പെട്ടെന്ന് തന്നെയാണോ സാറും കയറി വന്നത്? നേരത്തെ അഭിഭാഷകന് എത്താൻ പറ്റാത്ത അത്ര തിടുക്കമുണ്ടായിരുന്നു സാറേ പോലീസിന്? അറിയില്ല. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് വരെ നേരെ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലൈന്റ് ചെയ്തിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തു. പ്രശ്നങ്ങളുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞതാണ്, സ്പൈൻ സർജറി കഴിഞ്ഞതാണ്. അതിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. ബെയിൽ ആപ്ലിക്കേഷനിൽ എന്താണ് പ്രധാനമായും പറയുന്നത്? നമ്മളെന്താണ് ബെയിൽ ആപ്ലിക്കേഷനിൽ പ്രധാനമായിട്ട് പറയുന്നത്? ഇല്ല, അത് കോടതിയിൽ ഏത് കോടതിയിലാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് നമ്പർ 1-ലാണല്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് ജാമ്യം കിട്ടുന്ന പ്രതീക്ഷയുണ്ടോ? കോടതിയല്ലേ തീരുമാനിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കൊണ്ടുവന്നിട്ടാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോകുന്നു പറഞ്ഞത്. പക്ഷെ അവര് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് സാർ ജാമ്യാപേക്ഷയിൽ നമ്മൾ എന്താ പറയുന്നത്? ഇല്ല, ജാമ്യാപേക്ഷയിൽ ലീഗലായിട്ട് സാധാരണ പറയുന്ന കണ്ടീഷൻസ് വാദത്തിലാണ് കൂടുതൽ ജാമ്യം കിട്ടേണ്ടതായിരുന്നു എന്നാണ് കരുതുന്നത്. കോടതിയല്ലേ തീരുമാനിക്കുന്നത്.